ഹായ് ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈയിടെയായി സ്ഥിരമായി എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പാർട്ടാണ് വുമൺ എൻ്റർപ്രണർഷിപ്പ് എന്നുള്ളത്. അതിൽ ക്വസ്റ്റ്യൻ വരിക ഡിഫൈൻ വുമൺ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ വുമൺ എൻ്റർപ്രണേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം എന്താണ് വുമൺ എൻ്റർപ്രണേഴ്സ് എന്ന് നോക്കാം. വുമൺ എൻ്റർപ്രണർ മേ ബി ഡിഫൈൻഡ് ആസ് എ വുമൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് വുമൺ ഹു ഇനീഷ്യേറ്റ്, ഓർഗനൈസ് ആൻഡ് ഓപ്പറേറ്റ് എ ബിസിനസ് എൻ്റർപ്രൈസ്. അതായത് ഒരു വുമണോ ഒരു പെണ്ണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വുമൻസ്, ഒരു കൂട്ടം വനിതകൾ ചേർന്ന് ഒരു എൻ്റർപ്രൈസ് ഇനീഷ്യേറ്റ് ചെയ്ത് അത് ഓർഗനൈസ് ചെയ്ത് അത് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? വുമൺ എൻ്റർപ്രണർഷിപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, അതാണ് വുമൺ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലേഡി, ഒരു വനിത അല്ലെങ്കിൽ ഒരു കൂട്ടം വനിതകൾ ചേർന്ന് ഒരു എൻ്റർപ്രൈസ് ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങി അതിനെ ഓർഗനൈസ് ചെയ്ത് അത് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? വുമൺ എൻ്റർപ്രണർഷിപ്പ് എന്ന് വിളിക്കാം. The Government of India defines a woman entrepreneurship as an enterprise owned and controlled by a woman having a minimum financial interest of 51% of capital and giving at least 51% of employment generated in the enterprise to women. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡെഫിനിഷൻ പ്രകാരം വുമൺ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് an enterprise owned and controlled by a woman having a minimum financial interest of 51% of capital. അതായത് ക്യാപിറ്റലിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ 51% ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റും ഒരു വനിതയുടെ കയ്യിലാണ്. ആ വനിതയാണ് ഓൺ ചെയ്യുന്നത്, ഒരു വനിതയാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് വുമൺ എൻ്റർപ്രണർഷിപ്പ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ അതിന് കൂടെ ഗിവിങ് അറ്റ്ലീസ്റ്റ് 51% ഓഫ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റഡ് ഇൻ ദ എൻ്റർപ്രൈസ് ടു വുമൺ. ഒരു സ്ഥാപനത്തിൽ 51% എംപ്ലോയ്മെൻറ്റ് വുമണിനാണെങ്കിൽ ആ സ്ഥാപനത്തെ നമുക്ക് വുമൺ എൻ്റർപ്രണർഷിപ്പ് എന്ന് വിളിക്കാം. അങ്ങനെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അതിൻ്റെ പ്രോബ്ലംസാണ്. 10 പ്രോബ്ലംസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ 10 പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന സംഗതികളാണ്. ഒന്ന്, ഫാമിലി റെസ്ട്രിക്ഷൻസ്. സ്വാഭാവികമായിട്ടും മെയിലിനേക്കാൾ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ആർക്കാണ്? ഫീമെയിലിനാണ്, അല്ലേ? ഫാമിലിയിൽ മെയിലിനേക്കാൾ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ, പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു റൂറൽ കൾച്ചറുള്ള സ്ഥലങ്ങളിൽ മെയിലിനേക്കാൾ റെസ്ട്രിക്ഷൻസ് കൂടുതലാണ് ആർക്ക്? ഫീമെയിലിന്. വുമൺ ആർ എക്സ്പെക്റ്റഡ് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് ദെയർ ഫാമിലി മെമ്പേഴ്സ്. അതായത് നമ്മുടെ കൾച്ചർ പ്രകാരം വുമൺ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ദേ ഡു നോട്ട് എൻകറേജ് വുമൺ ടു ട്രാവൽ എക്സ്റ്റെൻസീവ്ലി. ഒരുപാട് ദൂരങ്ങളിലേക്കോ അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാത്രകൾക്കൊന്നും ഫാമിലി ചെയ്യുന്നില്ല, വുമണിനെ എൻകറേജ് ചെയ്യുന്നില്ല. അതായത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം, ഒരുപാട് ആൾക്കാരെ കാണണം, ഒരുപാട് മീറ്റിങ്ങുകൾ ഉണ്ടാവും. ഒക്കെ യാത്ര പോകാൻ ഫാമിലിയിൽ നിന്ന് പോലും ഒരു എൻകറേജ്മെൻറ്റ് ഇല്ല. അതാണ് ഫാമിലി റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ലാക്ക് ഓഫ് ഫിനാൻസ്. ലാക്ക് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സ് ഡു നോട്ട് എൻകറേജ് വുമൺ എൻ്റർപ്രണേഴ്സ്. നമ്മുടെ സ്വന്തം ഫാമിലിയിൽ തന്നെ ഒരു വുമൺ എൻ്റർപ്രണർ, ഒരു വുമൺ പറയുകയാണ് അല്ലെങ്കിൽ ഒരു വനിത പറയുകയാണ് ഞാൻ ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഫാമിലിയിൽ പോലും എൻകറേജ് ഇല്ല. പ്രത്യേകിച്ച് എത്ര ക്യാപിറ്റൽ വേണം, എത്ര ലക്ഷങ്ങൾ വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മെയിൽ ചോദിച്ചാൽ തന്നെ തരാൻ മടിക്കുന്ന നമ്മുടെ ഫാമിലിയിൽ ഫീമെയിൽ ചോദിച്ചാൽ തീരെ സമ്മതിക്കില്ല. ദേ ഹെസിറ്റേറ്റ് ടു ഇൻവെസ്റ്റ് മണി ഇൻ ബിസിനസ് വെഞ്ചർ ഇനീഷ്യേറ്റഡ് ബൈ വുമൺ എൻ്റർപ്രണേഴ്സ്. അതായത് വുമൺ എൻ്റർപ്രണേഴ്സ് തുടങ്ങുന്ന ബിസിനസ്സിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പലരും മടിക്കും. കാരണം മാർക്കറ്റിൽ ഒരുപാട് മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ബിസിനസ് മാൻ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു വുമൺ ബിസിനസ് തുടങ്ങാൻ നമ്മളോട് ഫണ്ട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു മടി ഉണ്ടാവും. അതാണ് ലാക്ക് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷനാണ്. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ഒരുപാട് എഡ്യൂക്കേഷൻസ് വേണം. എഡ്യൂക്കേഷൻ ഇൻ ടേംസ് ഓഫ് ക്വാളിഫിക്കേഷൻ എന്നല്ല ഉദ്ദേശിച്ചത്, ബിസിനസ്സിനെ കുറിച്ച് അറിയണം, നമ്മൾ ചെയ്യുന്ന നേച്ചർ ഓഫ് ബിസിനസ് എന്താണെന്ന് അറിയണം, അതിൻ്റെ റോ മെറ്റീരിയൽസ് എവിടെ കിട്ടും, അതിൻ്റെ സപ്ലയേഴ്സ് ആരൊക്കെയാണ്, അതിൻ്റെ ഗവൺമെൻറ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങണം, എവിടെ നിന്നൊക്കെ പെർമിഷൻസ് വാങ്ങണം, ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷനാണ്. അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഗ്രാബ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് എവിടെ നിന്ന് കിട്ടും, ഇതൊക്കെ നമ്മൾ കൃത്യമായി
അനലൈസ് ചെയ്യണം. അത് കൃത്യമായി അനലൈസ് ചെയ്യണമെങ്കിൽ എന്താണ്, ഈ ബിസിനസ് എഡ്യൂക്കേഷൻ വളരെ നിർബന്ധമാണ്. വുമൺ ആർ ജനറലി ഡിനൈഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. സ്വാഭാവികമായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ, അതായത് ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്താണ്, വുമണിന് ഈയിടെയായിട്ടാണ് ഹയർ എഡ്യൂക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയത്. ഇതിന് മുമ്പ് വരെ എന്തായിരുന്നു, ഹയർ എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു അല്ലേ. അവർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ എന്താണ്, എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ഹൈറ്റിലായിരുന്നു. ഈയിടെയാണ് പിന്നെയും വുമൻസൊക്കെ കുറച്ച് പഠിച്ച് മുന്നോട്ട് വരുന്നത്. എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അതായത് ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത രാജ്യങ്ങളും അതുപോലെ തന്നെ റൂറൽ ഏരിയകളിലൊക്കെ എന്താണ്, വുമനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഗതിയായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. വുമൺ ആർ നോട്ട് അലൗഡ് ടു എൻറിച്ച് ദെയർ നോളജ് ഇൻ ടെക്നിക്കൽ ആൻഡ് റിസർച്ച് ഏരിയ ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്ട്സ്. പുതിയ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അവർക്ക് ടെക്നിക്കൽ നോളജ് അതുപോലെ തന്നെ മറ്റ് റിസർച്ച് ഏരിയയിലൊക്കെ എന്താണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതമുണ്ടായിരുന്നില്ല. ഓക്കെ, അതാണ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നാലാമത്തത് അൺഫേവറബിൾ എൻവിറോൺമെൻ്റ് ആണ്. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അൺസർട്ടനിറ്റീസ് ഒരുപാടുണ്ടാവും അല്ലേ. പ്രത്യേകിച്ച് സൊസൈറ്റിയിൽ ബിസിനസ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഡോമിനേറ്റഡ് ബൈ മെയിൽസ്, ആണുങ്ങളാണ് കൂടുതലും എൻ്റർപ്രണേഴ്സായിട്ട് ഉള്ളത്. അതുതന്നെ ഒരു അൺഫേവറബിൾ എൻവിറോൺമെൻ്റ് ആണ്. ദ മെനി ബിസിനസ് മെൻ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഹാവ് ഡിസ്കഷൻസ് അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്സ് വിത്ത് വുമൻ എൻ്റർപ്രണേഴ്സ്. അതായത് പല മെയിൽ എൻ്റർപ്രണേഴ്സും ഫീമെയിൽ എൻ്റർപ്രണേഴ്സുമായിട്ട് ബിസിനസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത സിറ്റുവേഷനാണ്. അതാണ് അൺഫേവറബിൾ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. മെയിൽ ജനറലി ഡു നോട്ട് എൻകറേജ് വുമൻ എൻ്റർപ്രണേഴ്സ്. സ്വാഭാവികമായിട്ടും സ്വന്തം കുടുംബത്തിൽ പോലും മെയിൽ ഫീമെയിലിനെ എൻകറേജ് ചെയ്യില്ല എൻ്റർപ്രണർഷിപ്പിൽ. പിന്നെ അല്ല ബിസിനസ്സിൽ ഒരു മെയിൽ എൻ്റർപ്രണർ വുമൺ എൻ്റർപ്രണറിനെ എൻകറേജ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു ഫാക്ടറാണ്. അഞ്ചാമത്തെ റോൾ കോൺഫ്ലിക്റ്റ് ആണ്. റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഡുവൽ റോളാണ്. അവർക്ക് ഫാമിലിയും നോക്കണം, ബിസിനസ്സും നോക്കണം അല്ലേ. ഫാമിലിയിൽ തന്നെ മക്കൾ, മുതിർന്ന ആൾക്കാർ, ഹസ്ബൻഡ്, ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ മാരേജ് ആൻഡ് ഫാമിലി ലൈഫ് ആർ ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ദാൻ കരിയർ ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ കരിയർ ആൻഡ് സോഷ്യൽ ലൈഫിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ചെയ്തതിനാണ് ഫാമിലി ലൈഫും മാരേജിനുമാണ്. മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ്, രണ്ട് വീട്ടുകാരുടെ സമ്മതം വേണം, ഹസ്ബൻഡിൻ്റെ സമ്മതം വേണം, ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഒരേ സമയം വീട്ടമ്മയായിട്ടും ഒരു ബിസിനസ് വുമൺ ആയിട്ടും വർക്ക് ചെയ്യേണ്ടി വരിക, അതൊരു മാനസികമായിട്ട് ഒരു ഭയങ്കര പ്രശ്നങ്ങളുള്ളതാണ്. ആറാമത്തത് ലാക്ക് ഓഫ് പെർസിസ്റ്റൻ്റ് ഇൻ നേച്ചർ. പെർസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് വുമൺ ജനറലി ഹാവ് സിമ്പത്തി ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്കും വേണ്ടി ഒരുപാട് സിമ്പതി ഉള്ള ആൾക്കാരാണ് വുമൺ എന്ന് പറയുന്നത്. ദേ ആർ വെരി ഇമോഷണൽ, ഒരുപാട് ഇമോഷണലാണ്. ദിസ് നേച്ചർ ഷുഡ് നോട്ട് അലൗ ദം ടു ഗെറ്റ് ഈസിലി ചീറ്റഡ് ഇൻ ബിസിനസ്. അതായത് ആ നേച്ചർ അവരെ ബിസിനസ്സിൽ വിജയിക്കുന്നതിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ചതിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് ലാക്ക് ഓഫ് പെർസിസ്റ്റൻറ്റ് നേച്ചർ എന്ന് പറയുന്നത്. ഏഴാമതായി പറയുന്നത് ലാക്ക് ഓഫ് മെൻ്റൽ സ്ട്രെങ്ത് ആണ്. ലാക്ക് ഓഫ് മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബിസിനസ് ഇൻവോൾവ്സ് റിസ്ക്. എപ്പോൾ വേണമെങ്കിലും നഷ്ടം വരാം, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാകും. ആ സമയത്തൊക്കെ മെയിലാണെങ്കിൽ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട്, കറേജിയസ് ആയിട്ട് ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യും. പക്ഷേ വുമൺ ആണെങ്കിൽ പെട്ടെന്ന് ഇമോഷണലി വീക്കായതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അപ്സെറ്റ് ആവും. പ്രത്യേകിച്ച് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മെയിലിനേക്കാൾ കൂടുതൽ ഫീമെയിൽ അപ്സെറ്റ് ആവും. ക്ലിയർ? അതാണ് ലാക്ക് ഓഫ് മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എട്ടാമത്തത് ലാക്ക് ഓഫ് ഇൻഫർമേഷനാണ്. സ്വാഭാവികമായിട്ടൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് വേൾഡ് ഓഫ് ഇൻഫർമേഷനാണ്. വേൾഡ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള ഇൻഫർമേഷൻസ്, നമുക്ക് വേണ്ടാത്തതുമായിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാകും. അതൊക്കെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ മെയിലിനേക്കാൾ വീക്കാണ് ഫീമെയിൽ എന്ന് പറയുന്നത്. വുമൺ എൻ്റർപ്രണേഴ്സ് ആർ നോട്ട് ജനറലി അവെയർ ഓഫ് ദ സബ്സിഡീസ് ഇൻസെൻറ്റീവ്സ് അവൈലബിൾ ഫോർ ദം. അതായത് മെയിലിനേക്കാൾ കൂടുതൽ സബ്സിഡീസും ഇൻസെൻറ്റീവ്സും ആർക്ക് കൊടുക്കുന്നുണ്ട്? സർക്കാർ ഫീമെയിലിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസൊക്കെ അവർക്ക് ഇല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ അവെയർനെസ് അവർക്ക് കുറവാണ്. ലാക്ക് ഓഫ് നോളജ് മേ പ്രിവെൻറ്റ് ദം ഫ്രം അവൈലിംഗ് സ്പെഷ്യൽ സ്കീംസ്. അതായത് ഈ നോളജ് കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ സ്പെഷ്യൽ സ്കീംസിലെ ഇൻസെൻറ്റീവ്സും സബ്സിഡീസൊക്കെ കിട്ടുന്നതിന് അവർക്ക് നഷ്ടം വരികയാണ്. അതാണ് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ സ്റ്റിഫ് കോമ്പറ്റീഷനാണ്. സ്റ്റിഫ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, മെയിൽ ഡോമിനൻ്റ് ആണ് നമ്മുടെ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. വുമൺ ഫേസ് എ ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ ഫ്രം മെൻ
അതായത് ആണുങ്ങളിൽ നിന്ന് കൂടുതൽ എന്താണ് ടഫായിട്ടുള്ള കോമ്പറ്റീഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ബിസിനസ്സിൽ സക്സസ് ആവാൻ മെയിൽ ഏതറ്റം വേണമെങ്കിലും ആണുങ്ങൾ എന്ത് ചെയ്യും പോവും. പക്ഷേ ഫീമെയിലിന് എന്തുണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഡ്യൂ ടു ലിമിറ്റഡ് മൊബിലിറ്റി ദേ ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു കോമ്പീറ്റ് വിത്ത് മെൻ. അതായത് ഇങ്ങനെ എന്താണ് മൊബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ, അതായത് അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ മെന്നുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ലാസ്റ്റ് മൊബിലിറ്റിയാണ്. മൊബിലിറ്റി എന്ന് പറയുന്നത് മൂവിങ് ഇൻ ആൻഡ് അറൗണ്ട് ദ മാർക്കറ്റ് ഈസ് അഗെയിൻ എ ടഫ് ജോബ് ഫോർ മിഡിൽ ക്ലാസ് വുമൻ എൻ്റർപ്രണേഴ്സ് ഇൻ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം പ്രകാരം എന്താണ്, ഒരു മിഡിൽ ക്ലാസ് വുമണിന് ഇപ്പോൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം, ഒരുപാട് കറങ്ങണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് യാത്രകളുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ്, ആ മൂവ്മെൻ്റൊക്കെ എന്താണ് റെസ്ട്രിക്റ്റഡ് ആണ്. മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ എന്താണ് ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഈ ബിസിനസ്സിൽ ഒരുപാട് പ്രോബ്ലംസും ഫേസ് ചെയ്യേണ്ടി വരും. ഈ 10 പ്രോബ്ലംസാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഹെഡിങ്സും പഠിച്ച് വയ്ക്കുക, അതിനകത്തുള്ള കീവേഡ്സും മറക്കാതെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.